ഞെട്ടിച്ചുകൊണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഉമാ തോമസ് അട്ടിമറി വിജയം നേടി. തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പബ്ലിക് റിലേഷൻസ് പ്രവർത്തകരും ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എതിരായ ജനവിധിയല്ല തൃക്കാക്കരയിലേതെന്നും ഈ ഫലം സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്നും പറഞ്ഞുകൊണ്ട് ജനവിധി തരുന്ന പാഠം ഞങ്ങൾ പഠിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളുമാവും കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന അടുത്ത ദുര്യോഗം. ഈ ജനവിധി കോൺഗ്രസിന് ആശ്വാസകരമാണെങ്കിലും അതിരുകടന്ന ആവേശം പകരുന്നതല്ല. തൃക്കാക്കരയിലെ പോലെ ഒന്നിച്ചു നിൽക്കാൻ കോൺഗ്രസിനെ എല്ലായിടത്തും സാധിക്കുന്നില്ലത് തന്നെ കാരണം. പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരെല്ലാം തോൽപ്പിക്കുവാനിറങ്ങും. അങ്ങനെ പല വിഷയങ്ങൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജയിച്ചവരെക്കാൾ പ്രയോജനമുണ്ടാകുന്നത് തോറ്റവർക്കാണ് എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്ന പാഠം. കോൺഗ്രസ് മതിമറക്കാൻ തുടങ്ങിയാൽ കൂടുതൽ ദയനീയമായ തോൽവിയാവും ഫലം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ആയിരുന്നില്ലെന്നും ജില്ലാ കമ്മിറ്റി ആയിരുന്നെന്നും ജില്ലാ സെക്രട്ടറി മോഹനൻ പ്രഖ്യാപിച്ചതും തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരായ വിധിയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ചാടി പറഞ്ഞതും അർത്ഥഗർഭമാണ്. രണ്ട് യാഥാർത്ഥ്യവും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നല്ലോ ഈ വാക്കുകൾ. പിണറായിയുടെ സ്വപ്ന പദ്ധതിയായി ചിത്രീകരിക്കപ്പെടുന്ന കേരളിനോടുള്ള പ്രതികരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ വരെ അടക്കമുള്ള നിശബ്ദമായ പ്രതിഷേധമാണത്. 6 സർവീസ് വോട്ടുകളിൽ 3 അസാധുവായതും കൂടുതൽ വോട്ട് ഉമയ്ക്ക് കിട്ടിയതും കൃത്യമായ സൂചനയാണ്. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. വിലകയറ്റം തടയാൻ ഒന്നും ചെയ്യാത്ത സർക്കാർ, കേന്ദ്രം പെട്രോൾ വില കുറച്ചിട്ടും വില കുറയ്ക്കാൻ തയ്യാറാകാത്ത സർക്കാർ, ശമ്പളം കിട്ടാത്ത ജീവനക്കാർ എല്ലാം സർക്കാരിനെതിരെ വോട്ട് ചെയ്തിരിക്കണം. 1000-ലധികം വോട്ടർമാർ പണം മുടക്കി പോളിംഗ് ബൂത്തിലെത്തി നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് വലിയ മുന്നറിയിപ്പാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാരോടുള്ള പ്രതിഷേധമാണ്. ഒന്നുണ്ട്, കേരള സമരം പോലുള്ള സർക്കാർ വിരുദ്ധ സമരങ്ങൾ ഇനി കൂടുതൽ ശക്തമാകും. KSRTCയിലെ പോലെ ശമ്പളം കിട്ടാത്ത ജീവനക്കാർ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കും. എന്തായാലും ക്യാപ്റ്റൻ പാർട്ടിയിലെങ്കിലും കൂടുതൽ ദുർബലനാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. മുന്നണിയിൽ അതിന് കരുത്തുള്ള പാർട്ടികളോ നേതാക്കളോ ഇപ്പോൾ ഇല്ല എന്നത് ക്യാപ്റ്റന് ഗുണമാണെങ്കിലും ഈ നിലയിൽ പോയാൽ കേരളത്തിൽ പാർട്ടിയുടെ കാര്യം എന്താകുമെന്ന ചിന്ത ശക്തമാകുന്നു. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി കൊണ്ട് നൈമികമായ ഒരു ശക്തിക്കുറവും ഉണ്ടാകുന്നില്ല. നിയമസഭയിൽ 99 പേരുടെ പിന്തുണ സർക്കാരിനുണ്ട്. അതുകൊണ്ട് ബാക്കി 4 വർഷത്തെ ഭരണം ഭംഗിയായി മുന്നോട്ട് പോകും. പാർട്ടിയിലും മുഖ്യമന്ത്രി പിണറായിക്ക് പിന്തുണയുണ്ട്. എന്തും ചെയ്യാം. കേരളയിൽ ആവശ്യത്തോടെ തന്നെ നടപ്പാക്കാം. അങ്ങനെ വന്നാൽ ഈ തിരിച്ചടി ഒരു പാഠവും അദ്ദേഹത്തെ പഠിപ്പിക്കില്ല എന്നാണ് അർത്ഥം. ജനങ്ങൾക്ക് കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി ആവർത്തിക്കുകയും ചെയ്യും. കോൺഗ്രസ് നേതാവ് പളനിയപ്പൻ ചിദംബരവും മകൻ കാർത്തി ചിദംബരവും 2 കുടുംബക്കാരാണോ? കോൺഗ്രസ് പാർട്ടിയെ ഊർജ്ജസ്വലമാക്കുന്നതിനും നവീകരിക്കുന്നതിനു വേണ്ടി പാർട്ടി രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടത്തിയ ചിന്തൻ ശിബിരത്തിന്റെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു കുടുംബത്തിൽ നിന്ന് 1-ൽ കൂടുതൽ പേർക്ക് പാർലമെന്റ് പദവികൾ കൊടുക്കുന്നത് അവസാനിപ്പിക്കുമെന്നത്. എന്നാൽ ആ തീരുമാനം എഴുതിയ മഷിയുടെ ചൂടുണങ്ങും മുമ്പ് തന്നെ ചിദംബര കുടുംബത്തിന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ അംഗമായ കാർത്തി ചിദംബരത്തിന്റെ അച്ഛൻ പളനിയപ്പൻ ചിദംബരം തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടി നേതൃത്വത്തിലേക്ക് യുവ നേതാക്കളെ കൊണ്ടുവരണമെന്ന തീരുമാനത്തിന്റെ വക്താവ് കൂടിയാണ് 77-കാരനായ P. ചിദംബരം. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങളോടുള്ള സമീപനം കൂടിയാണ് വ്യക്തമാക്കിയത്. ചിന്തൻ ശിബിരത്തിന്റെ വെളിച്ചത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് രൂപീകരിക്കപ്പെട്ട ഉപസമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ചിദംബരം. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് 1984 ലോക്സഭയിലെത്തിയ പളനിയപ്പൻ ചിദംബരം രാജീവ് ഗാന്ധിയുടെ അടുപ്പക്കാരനായി. 1985 രാജീവ് മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി മന്ത്രിയായി. 1986 സ്റ്റേറ്റ് മന്ത്രിയായി. സുപ്രധാനമായ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ ചുമതലക്കാരനായി. എങ്കിലും 1989 അദ്ദേഹത്തെ കൃത്യമായി അറിയുന്ന ശിവഗംഗയിലെ ജനം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല. എങ്കിലും
കൃത്യമായ കരുനീക്കങ്ങളിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പിടിച്ചു നിന്നു. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നരസിംഹറാവു അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചില്ല. 1991 മന്ത്രിസ്ഥാനം കൊടുത്തെങ്കിലും പിറ്റേ വർഷം രാജിവെക്കേണ്ടി വന്നു. 1995 അദ്ദേഹം കോൺഗ്രസ് വിട്ടു. തമിഴ്നാട്ടിലെ കോൺഗ്രസ് രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പ്രതിനിധിയായി 1996 ദേവഗൌഡ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. 2001 തമിഴ്നാട്ടിലെ കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പച്ച തൊടാതെ വന്നതോടെ വീണ്ടും കോൺഗ്രസിലെത്തി. കോൺഗ്രസിനെ ഉപയോഗിച്ച് വളർന്നു തുടങ്ങി. 2004 മുതൽ 2014 വരെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മന്ത്രിസഭകളിൽ പ്രമുഖ വകുപ്പുകൾ ഭരിച്ചു. ആഭ്യന്തരം, ധനകാര്യം, വാണിജ്യം പോലുള്ള വകുപ്പുകളിൽ അദ്ദേഹം വാണു. അക്കാലത്താണ് കേരളത്തിലെ നാണ്യ കർഷകരെ കുരുതി കൊടുത്തുകൊണ്ട് റബ്ബർ ഇറക്കുമതിക്ക് ഉപാധികളില്ലാതെ അദ്ദേഹം അനുമതി കൊടുത്തത്. ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയക്കാരുടെ ടെലിവിഷൻ ചാനലിന് അനുമതി കൊടുത്തത്. ലോകത്ത് ഇന്ത്യയിലല്ലാതെ ഒരിടത്തും ഇങ്ങനെ ഒന്നുണ്ടാവില്ലെന്നാണ് ആ സംഭവത്തെക്കുറിച്ച് അന്നത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന AK ആന്റണി പ്രതികരിച്ചത്. ആ ചാനലാണ് ഇപ്പോൾ ദേശദ്രോഹ പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് വിധേയമാകുന്നതും സുപ്രീം കോടതിയുടെ സഹായത്താൽ മുന്നോട്ടു പോകുന്നതും. 2009 ശിവഗംഗയിൽ നിന്ന് DMK-കാരുടെ സഹായത്തോടെ ലോക്സഭയിലെത്തിയ ചിദംബരം 2014 സീറ്റ് മകൻ കാർത്തി ചിദംബരത്തിന് കൈമാറി. മകൻ വളരെ മനോഹരമായി തോറ്റു. എന്നാൽ അച്ഛൻ പിറ്റേ വർഷം മഹാരാഷ്ട്രയിൽ നിന്നും കോൺഗ്രസ് നോമിനിയായി പളനിയപ്പൻ രാജ്യസഭയിലെത്തി. കാലാവധി പൂർത്തിയാകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ വീണ്ടും എത്തുന്നു. ചിദംബരവും മകൻ കാർത്തിയും ചേർന്ന് നടത്തിയ അഴിമതികളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വരുന്നത്. അഴിമതി കേസിൽ 100 ദിവസത്തിലധികം തടവിൽ കഴിയേണ്ടി വന്നവനാണ് പളനിയപ്പൻ ചിദംബരം. INS മീഡിയ ഇടപാടിൽ കാർത്തിയും ചിദംബരവും ചേർന്ന് നടത്തിയ തട്ടിപ്പുകളായിരുന്നു അന്നത്തെ വിഷയമെങ്കിൽ ഏറ്റവും പുത്തനായി വന്നത് ചീനക്കാർക്ക് 50 വിസ നിയമവിരുദ്ധമായി ഉണ്ടാക്കി കൊടുത്ത് അച്ഛനും മകനും വാങ്ങിയ കൈക്കൂലിയുടെ കഥകളാണ്. കാർത്തിയുടെ കളികളും വളരെ തന്ത്രപൂർവമാണ്. ഓരോ കളിക്കും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഒപ്പമുണ്ടാവും. ചിദംബരം ആദ്യം തടവിലായ കേസിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയായിട്ടായിരുന്നു ബന്ധം. പളനിയപ്പൻ മന്ത്രിയായിരിക്കുമ്പോൾ 108 ആംബുലൻസ് നടത്തിപ്പിൽ പോലും 10 കാശുണ്ടാക്കിയവനാണ് കാർത്തി എന്നാണ് ആക്ഷേപം. ആ കച്ചവടത്തിൽ വയലാർജിയുടെ മകനായിരുന്നു കൂട്ട് എന്നാണ് കഥ. എല്ലാ കേസും വരുമ്പോൾ പളനിയപ്പൻ പറയും എനിക്കെതിരെ കേസൊന്നുമില്ലെന്ന്. പക്ഷേ പോലീസ് പിടിച്ച് അകത്തിടുന്നു. കുറെ കാലം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ചിദംബരം കോൺഗ്രസിന്റെ നേതൃനിരയിൽ തന്നെ വിലസി കളി തുടരുന്നു. തമിഴ്നാട്ടിലെ DMK സർക്കാരിന്റെ ഔദാര്യമാണ് ചിദംബരത്തിനുള്ള രാജ്യസഭാ സീറ്റ്. തമിഴ്നാട്ടിലെ 234 അംഗ നിയമസഭയിൽ കോൺഗ്രസിനുള്ളത് വെറും 18 സീറ്റാണ്. DMK-ക്ക് 125ഉം പ്രതിപക്ഷത്തിന് 75 സീറ്റുമുണ്ട്. കോൺഗ്രസിന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയതിനും അത് സ്വന്തമാക്കിയതിനും പിന്നിൽ ചിദംബരത്തിന്റെ കൃത്യമായ കരുനീക്കങ്ങൾ ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം കൂടി ചേർന്നിരുന്നുണ്ടാക്കിയ തീരുമാനമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച യുവാക്കൾക്ക് നേതൃത്വം കൈമാറണമെന്ന നിർദ്ദേശമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. പ്രഗത്ഭരായ ആരും മിണ്ടുന്നില്ല. അതാണ് കോൺഗ്രസിന്റെ ദുര്യോഗം. വാ തുറക്കുന്നവർക്ക് മതിയായി. ചിദംബരവും ജയറാം രമേശും വീണ്ടും രാജ്യസഭയിലെത്തുമ്പോൾ കോൺഗ്രസിൽ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞ G23 ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയുമെല്ലാം ഔട്ട്. അവരെ മാറ്റി നിർത്തിയത് നല്ലതാണ്. കാരണം എത്രയോ വർഷമായ പദവികൾ വഹിക്കുന്നവരാണ്. പക്ഷേ ആ നിയമം ചിദംബരത്തിനും ജയറാം രമേശിനും ബാധകമാകാത്തപ്പോഴാണ് സംശയമുണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇമ്രാൻ പ്രതാപഗിരിയെ മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിപ്പിക്കുമ്പോൾ അവിടുത്തെ വനിതാ കോൺഗ്രസ് നേതാവ് സിനിമാ താരം നഗ്മ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് സോണിയാജി തന്ന വാഗ്ദാനം എന്തേ പാലിക്കപ്പെടുന്നില്ല എന്ന് സങ്കടം ചോദിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ 3 സ്ഥാനാർത്ഥികളും മറ്റ് സംസ്ഥാനക്കാരായതിനെ അവിടുത്തെ കോൺഗ്രസ് നേതാവ് ലോധ തന്നെ ചോദ്യം ചെയ്തു. രാജസ്ഥാനികൾ എവിടെ മത്സരിക്കുമെന്നാണ് ചോദ്യം. രാജസ്ഥാനിലെ BJP നേതാക്കളും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ചോദ്യം ന്യായമാണെന്നറിയുന്ന മുഖ്യമന്ത്രി ഗെഹ്ലോട്ടിന് ഭയമായിട്ടുണ്ട്. അദ്ദേഹം MLA-മാരെ വീട്ടുതടങ്കലിലാക്കുകയാണ്. ജൂൺ 10-നാണ് തെരഞ്ഞെടുപ്പെങ്കിലും നോമിനേഷൻ കഴിയുമ്പോൾ റിബലുകളില്ലെങ്കിൽ വോട്ടെടുപ്പ് വേണ്ടിവരില്ലെങ്കിൽ MLA-മാരെ സ്വതന്ത്രരാക്കാം. BJP കളിക്കുന്നുണ്ട്. ഹരിയാനയിൽ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു.
90 അംഗ നിയമസഭയിൽ BJPക്ക് 57 വോട്ടുണ്ട്. കോൺഗ്രസ് മുന്നണിക്ക് 33, അതിൽ 13 കോൺഗ്രസുകാരാണ്. 2 സീറ്റാണ് ഒഴിവ് വരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ 33-ൽ നിന്നും താഴ്ത്താനായാൽ BJPക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാവും. PCC അധ്യക്ഷ പദവി നഷ്ടപ്പെട്ട കുമാരി ഷെൽജ ഇക്കുറി സീറ്റ് പ്രതീക്ഷിച്ചതാണ്. 2020-ൽ അന്നത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാന നേതാവുമായ ഹൂഡയുടെ മകന് വേണ്ടി അവർ മാറിക്കൊടുത്തതുമാണ്. പാർട്ടിക്കുള്ളിലെ പിണക്കം മുതലാക്കാനാണ് BJPയുടെ കളി. അവരുടെ 2ാം സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഒന്നിലേറെ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളും സ്വന്തമായുള്ള കാർത്തികേയൻ ശർമ്മയാണ് സ്ഥാനാർത്ഥി. ഹരിയാനയിൽ അറിയപ്പെടുന്ന വ്യക്തി, ഹരിയാനക്കാരൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് മാകൻ ഹരിയാനക്കാരനല്ല എന്ന സത്യവും BJP ആയുധമാക്കുന്നു. കോൺഗ്രസിന് തലവേദനയാകുന്നു. ഹരിയാനയിലും MLA-മാരെ വീട്ടുതടങ്കലിലാക്കുകയാണ്. രക്ഷപ്പെടുമോ എന്ന് കണ്ടറിയണം. കോൺഗ്രസിനെ രക്ഷിക്കാൻ ബുദ്ധി ഉപദേശിച്ച് പ്രശാന്ത് കിഷോർ പറഞ്ഞതാണ് സത്യം. കോൺഗ്രസ് നന്നാവില്ല. നന്നാവാൻ ഇപ്പോഴത്തെ ഒരു നേതാവും സമ്മതിക്കില്ല. തനിക്കില്ലാത്ത എന്ത് പാർട്ടി എന്നാണ് അവരുടെ ചിന്ത. തന്റെ ലക്ഷ്യം കോൺഗ്രസിലൂടെ നടപ്പാകില്ലെന്ന് കാണുമ്പോൾ അവർ പാർട്ടി വിടുന്നു. ചിദംബരം ചെട്ടിയാർ അതിനും മാതൃകയാണ്. കപിൽ സിബൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ സഹായത്തോടെ രാജ്യസഭയിലെത്തി. പഞ്ചാബിലെ സുനിൽ ജാക്കൂറും ഗുജറാത്തിലെ ഹാർദിക്കും അശ്വിനി കുമാർ, RPN സിംഗ് എന്നിവരും പാർട്ടി വിട്ടു. ജിതിൻ പ്രസാദയും ജ്യോതിരാദിത്യ സിന്ധ്യയും പണ്ടേ പാർട്ടി വിട്ടു. സച്ചിൻ പൈലറ്റും ആനന്ദ് ശർമ്മയും ഒക്കെ എന്നാവുമോ പോവുക? വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ പാർട്ടി കൽപ്പനകൾ തന്നെ ലംഘിക്കപ്പെട്ടാൽ പ്രമുഖരാരും വാതുറക്കില്ല. ഇന്ദിരയുടെ കാലത്ത് ആരംഭിച്ച മൗനമാണ്. വെറുതെ എന്തിന് മാഡത്തിന് ശത്രുവായി കിട്ടാവുന്ന പദവികൾ കൂടി ഇല്ലാതാക്കുന്നു എന്നാണ് എല്ലാവരുടെയും ചിന്ത. പുറത്ത് രക്ഷയുടെ അടയാളം ഉറപ്പാക്കുന്നവർ ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഓടിപ്പോകുന്നവർ പെരുകുന്നു. 2014-ൽ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ 14 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമായി. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഭരണത്തിലെ കൂട്ടുകക്ഷിയാണ്. തമിഴ്നാട്ടിൽ ഭരണമുന്നണിയിലുണ്ടെങ്കിലും സ്റ്റാലിൻ മന്ത്രിസഭയിൽ കൂട്ടിയില്ല. 2014-ൽ കേവലം 7 സംസ്ഥാനങ്ങൾ മാത്രം ഭരിച്ച BJPക്ക് ഇപ്പോഴുള്ളത് 18 സംസ്ഥാനങ്ങളിലെ ഭരണം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾക്കിടയിൽ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലന് ഒരു ഉൾവിളിയുണ്ടായി. സ്വകാര്യ സ്കൂളിലെ നിയമനം PSCക്ക് വിടണം. പിറ്റേന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തീർത്തു പറഞ്ഞു, അങ്ങനെയൊരു നീക്കമില്ല. പിന്നെ എന്തിന് ബാലൻ അത്തരമൊരു പ്രസ്താവന നടത്തി? ഉണ്ടിരുന്ന അച്ചിയുടെ കേവലം ഉൾവിളി മാത്രമായിരുന്നു അത്. തൃക്കാക്കരയിൽ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ, ബാലൻ പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിച്ചു പോകും. ബാലനെ എത്ര ചാടിയാലും ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം, അതിൽ ന്യൂനപക്ഷ സംരക്ഷണ വകുപ്പ് ഉള്ളിടത്തോളം കാലം ഇത്തരമൊരു നീക്കം നടത്തി വിജയിക്കാൻ ആകില്ലെന്ന് ബാലനും അറിയാം, പാർട്ടിക്കും അറിയാം. 1957-ലെ EMS മന്ത്രിസഭയുടെ കാലം മുതൽ VS അച്യുതാനന്ദൻ സർക്കാർ വരെയുള്ള ഇടതുപക്ഷങ്ങൾ പല നിയമനിർമ്മാണങ്ങൾ നടത്തിയതാണ്. VSന്റെ ഭരണകാലത്ത് സ്വാശ്രയ കോളേജുകൾക്ക് മൂക്കുകയറിടുവാൻ ബേബി മന്ത്രി കൊണ്ടുവന്ന നിയമം കോടതി വരാന്തിയിൽ ചെന്നപ്പോഴേ തട്ടി ദൂരെ കളഞ്ഞു. സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായ ക്രൈസ്തവരുടെ സംരക്ഷകരെന്ന് വോട്ടുകുത്തു പെരുന്നാൾ കാലത്ത് അവകാശപ്പെടുന്നവർക്കടക്കം നിയമസഭയിലുണ്ടായിരുന്ന ആരും ന്യൂനപക്ഷ അവകാശത്തിനായി പോരാടിയില്ല. ബിൽ ഏകകണ്ഠമായി പാസാക്കി. പക്ഷേ കോടതി റദ്ദാക്കി. ക്രൈസ്തവരുടെ ഭാരതത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തന ചരിത്രം മറന്നു പോകുന്നവരാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെ വരുന്നത്. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 20% മാത്രമാണ് സർക്കാരിന്റെയും മറ്റ് മതസ്ഥരുടെയുമായി ഉണ്ടായിരുന്നത്. ബാക്കി 80% ക്രൈസ്തവരുടേതായിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറക്കപ്പെട്ട ഈ വിദ്യാലയങ്ങളാണ് ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഔന്നത്യത്തിന് തുടക്കം കുറിച്ചത്. സ്കൂളിൽ പോകുന്നതിനേക്കാൾ മെച്ചം കൂലിപ്പണിക്ക് പോകുന്നതാണെന്ന് കുട്ടികൾ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ഉച്ചഭക്ഷണം കിട്ടുമല്ലോ എന്നതായിരുന്നു ഒരു ആകർഷണം. അങ്ങനെ പണിയാൻ പോകുന്നവരെ ആകർഷിക്കുവാൻ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുത്തു. അതിനുള്ള പണം വിശ്വാസികളിൽ നിന്നും പിടിയരിയായും തേങ്ങയായുമെല്ലാം സംഭരിച്ചു. അന്ന് സർക്കാർ ഒരു സഹായവും നൽകിയില്ല. അതിനുള്ള ശേഷിയും സർക്കാരിനുണ്ടായിരുന്നില്ല.
പള്ളിയുടെ പണം കൊണ്ട് സ്കൂൾ കെട്ടിടമടക്കം വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി. അധ്യാപകരെ നിയമിച്ചു. അക്കാലത്ത് കൃഷിക്കാരായിരുന്ന ജീവിത നിലവാരത്തിൽ ഉയർന്നു നിന്നത് സർക്കാർ ജോലിയോട് പോലും അന്ന് ആഭിമുഖ്യം കുറവായിരുന്നു. എന്നിട്ടും നല്ല വിദ്യാഭ്യാസം നേടിയ സമുദായ അംഗങ്ങളെ അധ്യാപകരാക്കി. അവർക്ക് വല്ലതും പ്രതിഫലമായി നൽകി. പൊതുസമൂഹം മാറ്റി നിർത്തിയവരെ വിദ്യാലയങ്ങളിൽ സ്വീകരിച്ചു, പഠിപ്പിച്ചു. അവകാശബോധവും സ്വാതന്ത്ര്യ ചിന്തയും പകർന്നു. ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയില്ല. മതം മാറ്റാൻ എന്തു ചെയ്യണമെന്നത് സ്കൂളിലെ പാഠപുസ്തകത്തിലെ അഭ്യാസവുമായിരുന്നില്ല. പക്ഷേ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മികച്ച പാഠങ്ങൾ പഠിപ്പിച്ചു. ഉച്ചനേതൃത്വങ്ങൾ ശക്തമായിരുന്ന സമൂഹം രൂപാന്തരപ്പെടുന്നതിൽ വിപ്ലവകരമായ പങ്കുവഹിച്ചു. വ്യക്തിയെ കൊന്നല്ല, വ്യക്തിയിലെ മൃഗീയതയെ നശിപ്പിച്ച് മനുഷ്യരാക്കി. വിദ്യാലയങ്ങൾ തുറക്കുകയും പാവപ്പെട്ട കുട്ടികൾ സ്കൂളിൽ പോവുകയും ചെയ്താൽ പാടത്ത് പണിക്കാരെ കിട്ടില്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ കത്തിച്ച പ്രമുഖരുണ്ട്. ഇത്തരക്കാരെ കുറിച്ച് തകഴി തന്റെ പ്രസിദ്ധമായ നോവൽ കയറിൽ ചിത്രീകരിക്കുന്നുണ്ട്. അക്കൂട്ടരിൽ പലരും പിന്നീട് സ്കൂളുകളും സ്ഥാപിച്ചു. അവർക്കും സ്കൂളുകളായി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചെലവാക്കുവാനില്ലാതിരുന്ന സർക്കാരിന് ഈ സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വന്നു. സ്വകാര്യ സ്കൂളുകൾക്ക് മെയിൻ്റനൻസിനും മറ്റും സഹായം കൊടുത്തു തുടങ്ങി. 1957 അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ സംവിധാനത്തെ ചെങ്കൊടി പുതപ്പിക്കുവാൻ നോക്കി. ക്രൈസ്തവർ എതിർത്തു. അപ്പോഴേക്കും മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിച്ചു തുടങ്ങിയ നായന്മാരും സ്കൂളുകൾ സ്ഥാപിച്ചു. SNDPക്കും ഉണ്ടായി ഏതാനും വിദ്യാലയങ്ങൾ. സ്കൂളുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന കുട്ടികളെ രൂപീകരിക്കുന്ന അധ്യാപകരെ കയ്യിലെടുക്കാൻ സർക്കാർ നടപടികളെടുത്തു. സ്കൂൾ ജീവനക്കാർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്നതിന് തീരുമാനിച്ചു. പൊതു സ്വകാര്യ സ്കൂളുകൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിലെ ന്യായങ്ങൾ ആരും ആലോചിച്ചില്ല. അധ്യാപകരോടുള്ള സ്നേഹത്തെക്കാൾ അവരെ ഒപ്പം കൂട്ടി പലതും ചെയ്യാനുള്ള ദാഹമായിരുന്നു സർക്കാരിന്. സർക്കാർ നേരിട്ട് ശമ്പളം കൊടുത്തു തുടങ്ങിയതോടെ അധ്യാപകരുടെ അച്ചടക്കം ചോരുകയായി. തങ്ങളുടെ ചുമതലകൾ നിറവേറ്റുന്നതിലും സർക്കാർ രീതിയായി. എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകൾ പോലെയായി. എയ്ഡഡ് സ്കൂളുകളുടെ സ്ഥാനത്ത് മികച്ച വിദ്യാഭ്യാസത്തിനായി അംഗീകൃത വിദ്യാലയങ്ങൾ വന്നു. വിദ്യാഭ്യാസത്തിൽ സർക്കാർ കൈകടത്തൽ ഭീകരമായപ്പോൾ ബഹുജന പ്രക്ഷോഭമായി. പോരാട്ടത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം ക്രൈസ്തവ വിദ്യാലയങ്ങൾക്ക് വൻ പരിചയായി. ക്രൈസ്തവ വിദ്യാലയങ്ങളിലെ നിയമനം സർക്കാരിനെ ഏറ്റെടുക്കുവാൻ സാധിക്കാതെ വന്നതുകൊണ്ട് NSSന്റെയും SNDPയുടെയും സ്ഥാപനങ്ങളിലെ നിയമനവും സർക്കാരിന് ഏറ്റെടുക്കാനാവാതെ വന്നു. 1972 കോളേജ് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചപ്പോഴും ഈ നീക്കം ആവർത്തിച്ചു നോക്കി. അന്ന് കമ്മ്യൂണിസ്റ്റുകൾ ആയിരുന്നില്ല, സാക്ഷാൽ AK ആന്റണി ആയിരുന്നു പട നയിച്ചത്. കല്ലിൽ കടിച്ച പല്ല് കളയുന്ന അനുഭവം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. 1990കളിൽ കേരളം പ്രൊഫഷണൽ രംഗത്ത് പിന്നിലായി. പുതിയ സ്ഥാപനങ്ങൾ വേണം, സർക്കാരിന് പണമില്ല. അക്കാലത്ത് പ്രൊഫഷണൽ കോളേജുകളെ നിയന്ത്രിക്കുന്ന AICTE സ്വകാര്യ മേഖലയിൽ കോളേജുകൾ അനുവദിക്കാൻ മുന്നോട്ട് വന്നു. മെഡിക്കൽ കൗൺസിലും മെഡിക്കൽ കോളേജുകളും അനുവദിച്ചു. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് NOC സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രമാണ്. 1987 നായനാർ സർക്കാരിൽ PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലം. പിൽക്കാലത്ത് കേന്ദ്രമന്ത്രിയായ KJ അൽഫോൻസ് ആയിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി. അദ്ദേഹം അപേക്ഷകൾ പരിശോധിക്കും, മന്ത്രി അനുവാദം കൊടുക്കും. ഏതാനും സ്ഥാപനങ്ങൾക്ക് NOC കൊടുത്തു. നടപടിക്രമം പൂർത്തിയായി കോളേജുകൾ തുടങ്ങുന്ന കാലമായപ്പോൾ നായനാർ പോയി പകരം വീണ്ടും ആന്റണി വന്നു. അദ്ദേഹം അപേക്ഷിച്ചവർക്കെല്ലാം NOC കൊടുത്തു. ഒപ്പം മധുരത്തിൽ പൊതിഞ്ഞ പാഷാണവും കൊണ്ടുവന്നു. ഈ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ 50% സർക്കാർ ഫീസും ആനുകൂല്യങ്ങളും മറ്റ് 50% സീറ്റിൽ എത്ര ഫീസും ഈടാക്കാനും എന്നതായിരുന്നു നിർദ്ദേശം. അതായത് 50% സീറ്റിൽ പ്രവേശനം കൊടുക്കുന്ന കുട്ടികളിൽ നിന്ന് ബാക്കി 50% കൂടി ഫീസ് ഈടാക്കുവാനുള്ള നിർദ്ദേശം. ക്രൈസ്തവ സ്ഥാപനങ്ങൾ കൊണ്ട് ക്രൈസ്തവർ സമ്പന്നരായ മറ്റു സമുദായക്കാരുടെ മക്കളുടെ പഠന ചെലവ് കൂടി വഹിക്കേണ്ടി വരുന്ന ക്രോസ് സബ്സിഡിയെ അക്കാലത്ത് ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാൻ ആയിരുന്ന മാർ ജോസഫ് പവത്തിൽ തിരുമേനി ചോദ്യം ചെയ്തു. ആ തീരുമാനം നടപ്പാകില്ല എന്ന് കട്ടായം പറഞ്ഞു. ഒരു വിഭാഗത്തെ കൊണ്ട് മറുവിഭാഗത്തിന് സഹായം കൊടുപ്പിക്കുന്ന ക്രോസ് സബ്സിഡി നടക്കില്ല എന്ന് പിതാവ് തീർത്ത് പറഞ്ഞു. വിവാദമായി. ആന്റണിക്ക് ശേഷം വന്ന VS സർക്കാരും മാനേജ്മെന്റിന് ശരിക്കും സമ്മർദ്ദത്തിലാക്കി. പൗവത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ സമൂഹം ഒന്നിച്ചു നിന്നു. സർക്കാർ പറയുന്ന രീതിയിൽ പ്രവേശനം കൊടുക്കാം, പക്ഷേ ഫീസ് എല്ലാവർക്കും ഒന്നായിരിക്കും. സർക്കാർ സമ്മർദ്ദം സഹിക്കാതെ വന്നപ്പോൾ കോടതിയിൽ പോയി. കോടതിയിൽ നിയമയുദ്ധമായി. അവസാനം കോടതി സർക്കാരിനെതിരെ വിധിച്ചു. അന്നും SNDPയും
MESും എല്ലാം സർക്കാരിനൊപ്പം നിന്നു. കാരണം അവർക്ക് സ്ഥാപനങ്ങൾ കുറവായിരുന്നു. സർക്കാർ ക്രമത്തിൽ പ്രവേശനം കൊടുത്താൽ OBC സംവരണമൊക്കെ പ്രയോജനപ്പെടുത്തി അവർക്ക് ഏറെ തട്ടിയെടുക്കാനാവും. ആ വിഭാഗത്തിന്റെ പഠന ചെലവുകൾ കൂടി പാവപ്പെട്ട ക്രൈസ്തവർ വഹിക്കേണ്ടി വരുന്ന നില. സ്വകാര്യ സ്കൂളുകളിലെ നിയമനം PSCക്ക് വിടണമെന്ന നിർദ്ദേശത്തെ വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്തതും ഈ കള്ള ലാക്കോടെയാണ്. NSS നേതാവ് സുകുമാരൻ നായർ തുറന്നു പറഞ്ഞതാണ് സത്യം. സമൂഹത്തിലുണ്ടായിരിക്കുന്ന പുരോഗതി നോക്കാതെ പാലിക്കപ്പെടുന്ന സംവരണങ്ങൾ പോലുള്ള ഏർപ്പാടുകൾ മൂലം സർക്കാർ സർവീസിൽ കടന്നുകയറാൻ സാധിക്കാത്ത ക്രൈസ്തവർക്ക് കിട്ടുന്ന ഏതാനും ചില പോസ്റ്റുകൾ കൂടി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഈ നിർദ്ദേശം. അത് പറഞ്ഞാണ് ബാലൻ പേടിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ ആരു പേടിക്കാൻ? ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം നടക്കാത്ത ഒന്ന്. ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.